ഹായ് ഹലോ ഹൗ ആർ യു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് യേശുവിൻ്റെ രഹസ്യ ജീവിതം എന്ന എപ്പിസോഡുമായിട്ടാണ്. ഇത് യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ അതിൽ അത് തുടർന്നു വരികയാണ്. നമ്മളിപ്പോൾ ഒരു 2-3-4 എപ്പിസോഡ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ യേശുവിൻ്റെ രഹസ്യ ജീവിതം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. പ്ലീസ് ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. യേശുവിൻ്റെ രഹസ്യ ജീവിതം. ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ 3-4 എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞു. യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടൊരു ചർച്ചാ വിഷയമാക്കി ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തത് ചർച്ച ചെയ്യുവാനുള്ള, യൂട്യൂബിൽ കൂടി ചെയ്യുവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹെവൻലി വീഡിയോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ, നമ്മുടെ രാഹുൽ ഈശ്വറിനെ നമുക്കെല്ലാവർക്കും അറിയാം. രാഹുൽ ഈശ്വറിനെ ഹെവൻലി വീഡിയോസ് ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ഈ ഇൻ്റർവ്യൂവിൽ രാഹുൽ ഈശ്വറിനോട്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ രാഹുൽ ഈശ്വറിനോട് ചോദിച്ച 2 ചോദ്യങ്ങൾ ഭയങ്കര വൈകൃതമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ആ ചോദ്യം അദ്ദേഹം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന ആളാണോ എന്ന് എനിക്ക് തോന്നി. ഒരു സന്ദേഹം തോന്നി. അപ്പോൾ ആ ഒരു തോന്നലാണ് ഞാനിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് മറ്റൊന്നുമല്ല, ഒന്ന് ഈ ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ ചരിത്രം എന്താ, ആ പുസ്തകത്തിൻ്റെ ചരിത്രമുണ്ടോ? ഈ പുസ്തകം എന്നൊക്കെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ബാലരമ, അമർചിത്രകഥ, അല്ലെങ്കിൽ മംഗളം വാരിക, മനോരമ വാരിക, ഇങ്ങനെയുള്ള അതിനൊക്കെയാണ് നമ്മൾ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ, ഇതിനൊക്കെയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത, രാമായണം, ഇങ്ങനെയുള്ള മഹാഭാരതം, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെ നമ്മൾ ഗ്രന്ഥങ്ങൾക്ക് പറയുന്നത് അതായത് ബൈബിൾ, ഖുർആൻ എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥമെന്നും, അതുപോലെ തന്നെ രാമായണം, ഭഗവത്ഗീത, മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങൾക്ക് ഇതിഹാസ ഗ്രന്ഥങ്ങളും എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും ഈ ഗ്രന്ഥങ്ങളിൽ കൂടി പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവവുമായി ബന്ധപ്പെടേണ്ട രീതികൾ, ദൈവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, ദൈവമായിട്ട് എങ്ങനെ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പ്രവാചകന്മാർ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ പുരോഹിതവർഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം അത് ഈ മതഗ്രന്ഥങ്ങളിൽ കൂടിയാണ് കൂടുതലും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ആ മതഗ്രന്ഥങ്ങൾ ഇൻഡ്യൂഷൻസ്, വെളിപാടുകളിലൂടെയും സന്ദേശങ്ങളിൽ, ഈ ദൈവത്തിൽ നിന്നുള്ള ഈശ്വരനിൽ നിന്നുള്ള സന്ദേശങ്ങളിലൂടെയും ഒക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇൻഡ്യൂഷൻസാണ് പ്രധാനമായും, വെളിപാടുകളാണ്. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബൈബിളും അതുപോലെ തന്നെ ഖുർആനും ഭഗവത്ഗീതയും ഒക്കെ പറയുന്നതാണ്. അപ്പം രാമായണവും മഹാഭാരതവും ഒക്കെ പറയുന്നതാണ്. അപ്പം ശരിക്കും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, അപ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത്, പുസ്തകങ്ങളെന്ന് പറയാറില്ല. ഒന്നത്. രണ്ടാമത്തെ ചോദ്യം, യേശുവിൻ്റെ ചരിത്രം എന്താണെന്നാണ് പുള്ളി ചോദിച്ചത്. യേശു ചരിത്ര പുരുഷനാണോ എന്നായിരുന്നു ചോദ്യം. യേശു ചരിത്ര പുരുഷനാണോ? അപ്പോൾ യേശുവിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു വേൾഡ് വൈഡായിട്ട് നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പം യേശുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നും, അല്ലെങ്കിൽ എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ കൂടി പഠിച്ച് അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നും, ഈ ഹെവൻലി വീഡിയോസിൻ്റെ ആ ചോദ്യകർത്താവിനോട് എൻ്റെ ചെവിയിൽ എത്തിക്കണമെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ കാരണം. അപ്പം യേശുവിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ യഥാർത്ഥ പേര് ഈസാ നബി എന്നാണ് യേശുവിൻ്റെ യഥാർത്ഥ പേര്. ഈസ, അതുപോലെ നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്നാണ്. ബൈബിളിൽ ഈസ
അതുപോലെ തന്നെ യേശുവ, ഇങ്ങനെയുള്ള പേരുകളിലൂടെയാണ് അദ്ദേഹം, ജോഷുവ, ഇങ്ങനെയുള്ള പേര് ഇംഗ്ലീഷിൽ ജോഷുവ എന്നാണ്, അത് വിളിച്ചാണ് ജീസസ് എന്നായത്. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകളിൽ കൂടിയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ കാലത്ത് നസ്രായനായിരുന്നു അദ്ദേഹം. റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഉള്ള ഇസ്രായേലിലാണ് അദ്ദേഹം, ഇസ്രായേൽ ബത്ലഹേം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദ പ്രസംഗകനും അധ്യാപകനും സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ ഗുരുവും ധർമ്മഗുരുവും ഒക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം എന്ന് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്നുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അത് അന്വേഷിച്ചിട്ടാണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം യേശുവിൻ്റെ ഈ സാമൂഹിക പരിഷ്കർത്താവ് എന്നൊക്കെ പറഞ്ഞ ഒരു യുഗത്തിൻ്റെ കൺക്ലൂഷൻ, അത് അദ്ദേഹം യുഗാന്തം സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹം ആ ഒരു യുഗം ഒരു കറുത്ത യുഗത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അന്നത്തെ ആത്മീയ ഗുരുക്കളും അല്ലെങ്കിൽ മതപുരോഹിതന്മാർ, ഏറ്റവും കൂടുതൽ മതപുരോഹിതന്മാരായിരുന്നു. മതപുരോഹിതന്മാരും രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും ഒക്കെ ഒരു എന്താ പറയുക അരാജകത്വത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ആ ഒരു കറുത്ത യുഗത്തിൽ നിന്നും മനുഷ്യകുലത്തെ സംരക്ഷിക്കുവാനും പുതിയൊരു യുഗം സൃഷ്ടിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പോൾ അത്രയും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത്, ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിളിപ്പേരാണ്, ഒരു പദവി, ഒരു പ്രിവിലേജാണ്. അപ്പോൾ ആ ഒരു യേശു എന്നാണ് പേര്, അല്ലെങ്കിൽ ഈസ എന്നാണ് പേര്. ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ളത് ഒരു പദവിയായിരുന്നു. ആ പദവിയിലേക്ക് എത്തിയപ്പോഴാണ് ക്രിസ്തു, അത് ജനം തിരിച്ചറിഞ്ഞപ്പോഴാണ് ക്രിസ്തു എന്നുള്ള വിളി കൂടി വന്നത്. യേശു ക്രിസ്തു അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം തൊട്ട് 12 വയസ്സ് വരെയുള്ള കാലഘട്ടം ബൈബിളിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 12 വയസ്സിന് ശേഷം 30 വയസ്സ് വരെയുള്ള കാലഘട്ടം ബൈബിളിൽ പറയുന്നില്ല. അപ്പോൾ ആ 30 വയസ്സ് വരെയുള്ള കാലഘട്ടം അദ്ദേഹം എവിടെയായിരുന്നു? ഈ 30 വയസ്സിന് ശേഷമാണ് അദ്ദേഹം പരസ്യജീവിതം ആരംഭിക്കുന്നത്. മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ്, അതായത് ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തി അത് ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്ത് അവരെ കണ്ണു തുറപ്പിക്കുവാനുള്ള ഒരു ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻഡ്യൂഷൻസ് ഉണ്ട്, വെളിപാടുകളുണ്ട് എന്നത്, ഇങ്ങനെയുള്ള പ്രവാചക ഗണത്തിൽപ്പെടുന്ന ആളുകൾക്ക് വെളിപാടുകളുണ്ടാവും. ധ്യാനവും മെഡിറ്റേഷൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വെളിപാടുകളുണ്ടാവും. ആ വെളിപാടുകൾ ജീസസ് ക്രൈസ്റ്റിനുണ്ടായിരുന്നു. അപ്പം അത്രയും വളരെ ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തത്വചിന്തകനായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ, മനുഷ്യകുലത്തിന് പകർന്നു കൊടുക്കണമെങ്കിൽ അറിവില്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു മോട്ടിവേഷൻ പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ തന്നെ അറിവില്ലാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും മോട്ടിവേഷൻ ക്ലാസ്സുകൾ ചെയ്യുന്ന ആളുകൾക്ക്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ആ രീതിയിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ സത്സംഗങ്ങൾ സംഘടിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കുമായിരുന്നു. അത് കൂടുതലും അവരെ ദൈവവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അപ്പം ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. കൂടുതൽ ഉപമകളിൽ കൂടിയൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധ്യാപകൻ, ഒരു ഗുരു, ശരിക്കും പറഞ്ഞ ഗുരുവായിരുന്നു, ആത്മീയ ഗുരുവായിരുന്നു. ആ ഒരു ഗുരു അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവായ ഗുരുവായിരുന്നു. അപ്പോൾ ആ ഒരു ഗുരു സ്ഥാനീയൻ എന്നുള്ള രീതിയിൽ ക്ലാസ്സുകൾ എടുക്കണമെങ്കിൽ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഓടി വന്നിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു ലെവലിലേക്ക്, ഗലീലിയയിലേക്ക് ഇറങ്ങി അവിടെയുള്ള ആളുകളെ, മീൻപിടുത്തക്കാരെയും മത്സ്യബന്ധനം നടത്തുന്നവരെയും അതുപോലെ തന്നെ പല മേഖലകളിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗുരു എന്ന സ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സുകൾ എടുക്കണമെങ്കിൽ അദ്ദേഹം അത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു കാര്യമൊന്നുമല്ല, അദ്ദേഹം വൈദ്യനായിരുന്നു, ആയുർവേദം അറിയായിരുന്നു. അതുപോലെ തന്നെ ചികിത്സാ രീതികൾ, അതുപോലെ തന്നെ ഇന്ദ്രജാലങ്ങൾ, താന്ത്രിക് വിദ്യകൾ, ഇന്ദ്രജാല വിദ്യകളൊക്കെ അറിയാമായിരുന്നു, ജാലവിദ്യകളൊക്കെ. അപ്പം
അങ്ങനെയുള്ളത് ഇൻബോണായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള കഴിവുകൾ അത് നമ്മൾ തേച്ച് മിനുക്കി സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം എവിടെയോ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 12 വയസ്സിനും 30 വയസ്സിനുള്ള ഇടയിലുള്ള കാലഘട്ടം അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഇങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹം 12 വയസ്സ് വരെയുള്ള കാലം, വളരെ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സിനഗോഗുകളിൽ പോയി പഠിപ്പിച്ചിരുന്നു. അവിടെ ആളുകളോട് തർക്കിച്ചിരുന്നു, താർക്കികനായിരുന്നു, അവിടെയുള്ള പണ്ഡിതന്മാരോട് തർക്കിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മിസ്സാവുന്നത്. അപ്പോൾ മിസ്സായിരിക്കുന്നത് അദ്ദേഹം സഞ്ചരിച്ചിരിക്കാം, യാത്രകൾ ചെയ്തിരിക്കാം, അദ്ദേഹം സ്വന്തമായിട്ട് ധ്യാനങ്ങൾ സംഘടിപ്പിച്ചിരിക്കാം, ധ്യാനങ്ങൾ നടത്തിയിരിക്കാം. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ലോക്കൽ ധ്യാനങ്ങളല്ല, ഒരു എന്താ പറയുക, യോഗയും അദ്ദേഹത്തിന് അറിയായിരുന്നു. യോഗ, ആയുർവേദം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഇതൊക്കെ പഠിക്കണമെങ്കിൽ യോഗയൊക്കെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ വന്നിരിക്കണം. ഇന്ത്യയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മണലാരണ്യങ്ങൾ വഴി സഞ്ചരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ ഇസ്രായേലിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്ന് സഞ്ചരിച്ച് ഇസ്രായേൽ പാലസ്തീൻ ആ ബോർഡറിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അവിടുന്ന് സഞ്ചരിച്ച് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാം, അഫ്ഗാൻ്റെ ബോർഡറിൽ വരാം. അതായത് ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി തക്ഷശില യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ തക്ഷശില യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ശ്രീബുദ്ധൻ്റെ കാലം തൊട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിനേക്കാൾ മുന്നാണ് ശ്രീബുദ്ധൻ. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു, ഈസാ നബി അവിടുന്ന് സഞ്ചരിച്ച് മണലാരണ്യങ്ങൾ വഴി തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കണം. അപ്പോൾ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതിന് രേഖകൾ ചില അന്വേഷികളുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നാഷണൽ ജിയോഗ്രഫിക് ട്രസ്റ്റ് വഴിയൊക്കെയുള്ള അന്വേഷണങ്ങളാണ്. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച് തക്ഷശില, അഫ്ഗാനിൻ്റെ ബോർഡറിലുള്ള തക്ഷശില യൂണിവേഴ്സിറ്റിയിലെത്തുകയും അവിടുന്ന് പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഈ ആയുർവേദം, ചികിത്സ, യോഗ, ജാലവിദ്യകൾ അന്നത്തെ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുള്ളത് ഈ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ നിന്നാവണം. അപ്പോൾ ആ കാലഘട്ടങ്ങൾ അത്രയും അദ്ദേഹം പ്രാർത്ഥനകളും മെഡിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായി, ഇങ്ങനെയുള്ള സ്റ്റഡികൾ നടത്തി, ഇങ്ങനെയുള്ള യാത്രകൾ നടത്തി അദ്ദേഹം ഒരു എന്താ പറയുക, നമ്മൾ ഒരു സാധാരണ വ്യക്തിയല്ലായിരുന്നല്ലോ, ഒരു ആത്മീയ ഗുരുവായിരുന്നല്ലോ. അപ്പോൾ ആത്മീയ ഗുരുവിലേക്ക് എത്തണമെങ്കിൽ 12 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആ ഒരു പവറിലേക്ക്, ആ ഒരു എന്താ പറയുക, ആധികാരികതയിലേക്ക്, ആ ഒരു സമയത്ത് ക്ലാസ് എടുക്കാനുള്ള, മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആധികാരികതയിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹം അത്രയും കാര്യങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട്, അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗുരുസ്ഥാനീയനായിട്ടുണ്ട്. അപ്പോൾ ആ ഗുരുസ്ഥാനീയനായത് ഈ കാലഘട്ടങ്ങൾ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ കാലഘട്ടം ബൈബിളിൽ വേണമെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യായിരുന്നു. ഈ 12 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള കാലങ്ങൾ ബൈബിളിൽ വേണമെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് എഴുതി ചേർക്കാമായിരുന്നു, ഒരു ഫിക്ഷണബിളായിട്ട് എഴുതി ചേർക്കായിരുന്നു. അപ്പോൾ അതൊന്നും ബൈബിൾ ചെയ്തിട്ടില്ല, ബൈബിൾ എഴുതിയ ആൾക്കാരും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ 4 ശിഷ്യന്മാരും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫിക്ഷണബിളായിട്ട് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടൊരു സംഭവം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതങ്ങനെ ചെയ്തിട്ടില്ല. അത് ആർക്കും അറിയില്ല. അദ്ദേഹം മിസ്സിങ് ആണ്. അതാണ് ആ കാലഘട്ടം ഇങ്ങനെ ആയിരുന്നിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് യേശുവിൻ്റെ രഹസ്യ ജീവിതം. അപ്പോൾ രഹസ്യ ജീവിതം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ജീസസ് ക്രൈസ്റ്റ് എന്ന വേൾഡ് വൈഡായിട്ടുള്ള ഒരു വിളി, ഒരു ശബ്ദമായി, ഒരു നാമമായി മാറുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം അഘോരാത്രം കഷ്ടപ്പെട്ടിരിക്കണം. അഘോരാത്രം അന്വേഷിച്ചിരിക്കണം പലതിനെക്കുറിച്ചും. ആ ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പഠിച്ച് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു. അതാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന സാമൂഹിക പരിഷ്കർത്താവിൻ്റെ, അല്ലെങ്കിൽ തത്വചിന്തകൻ്റെ, അല്ലെങ്കിൽ ധർമ്മഗുരുവിൻ്റെ രഹസ്യ ജീവിതം. ഓക്കെ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ മറ്റൊരു മുഖവുമായി ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, ഗുഡ് ബൈ.